ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു പൈനാപ്പിൾ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ പൈനാപ്പിൾ, ഒരു പാക്കറ്റ് പാല്, ഒരു കപ്പ് പഞ്ചസാര, 1.25 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, ഒരു ഫ്രഷ് ക്രീം, ഇത്രയും സാധനങ്ങളാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാനായി ആവശ്യമുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനിയും ഈ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗത്തോളം ചോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് 2.5 കപ്പ് ഉണ്ടായിരുന്നു. ഇനിയും ബാക്കിയുള്ള പൈനാപ്പിളിനെ ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞ് ഒരു മിക്സിയുടെ ബൗളിലേക്കിട്ട് അരച്ച് ജ്യൂസ് ആക്കാനായി മാറ്റിവെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത പൈനാപ്പിളിനെ ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് ആ പൈനാപ്പിളിനെ മുഴുവനായി ഇട്ട് 1/2 കപ്പ് പഞ്ചസാര വേറെ എടുത്തതാണ്, നമ്മൾ എടുത്തു വെച്ചതിൽ നിന്നും എക്സ്ട്രാ എടുത്തതാണ് 1/2 കപ്പ് പഞ്ചസാര. നല്ല പുളിയുള്ള പൈനാപ്പിൾ ആയതിനാലാണ് 1/2 കപ്പ് എടുത്തത്. ഇനിയും നല്ല രീതിയിൽ അതിനെ വിളയിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ബട്ടറിന് പകരമായി നിങ്ങളുടെ കയ്യിൽ ഗീ ആണുള്ളതെങ്കിൽ ഇതേ പ്രോസസ്സ് ഗീ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഈ പരുവത്തിൽ വന്നതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് ആറാനായി എടുത്തു വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയും എടുത്തു വെച്ച ജെലാറ്റിൻ 1.25 ടേബിൾ സ്പൂൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നോർമൽ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായി ഇളക്കി മാറ്റിവെക്കാം. ഇതിൻ്റെ സ്ഥാനത്ത് നോർമൽ വാട്ടറിൻ്റെ സ്ഥാനത്ത് ഐസ് വാട്ടറും യൂസ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് തിളയ്ക്കാനായി വെക്കാം. നല്ല ആവി വന്നതിന് ശേഷം ഈ ജെലാറ്റിനെ മുഴുവനായിട്ടും ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി നല്ല രീതിയിൽ ഒരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ജെലാറ്റിൻ മെൽറ്റായോ എന്നറിയുന്നതിന് വേണ്ടി ആ തവി കൊണ്ട് ആ പാലിനെ എടുത്ത് ഒഴിച്ചു നോക്കുമ്പോൾ ആ തവിയിൽ എവിടെയെങ്കിലും ക്രിസ്റ്റൽ ഫോമിൽ ജെലാറ്റിൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയൊന്നുമില്ല, ക്രിസ്റ്റൽസ് ഒന്നുമില്ല, തവി ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ജെലറ്റിൻ മെൽറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടാണ് അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചോ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചോ നിങ്ങൾക്ക് ആറിച്ചെടുക്കാവുന്നതാണ്. ഇനിയും ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് അരച്ച് ജ്യൂസാക്കി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസിനെ ഒഴിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാവുന്നതാണ്. പൈനാപ്പിളിന് പുളിയുള്ളത് കാരണം പിരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ തിളപ്പിച്ച് വെക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായി എന്നുറപ്പ് വന്നതിന് ശേഷം ഈ ജ്യൂസ് പാലിലേക്ക് മിക്സ് ചെയ്ത് ഉടൻ തന്നെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ ഒരു കേക്കിൻ്റെ ട്രേയിലേക്കാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് സെറ്റാവാനായിട്ട് ഒരു ചെറിയ ബൗളിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സെറ്റായതിന് ശേഷം ഞാൻ കാണിക്കാമേ. ഓക്കെ, ഇനിയും ആ എടുത്തു വെച്ച പുഡിങ്ങിനെ നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ആറിയതിന് ശേഷമുള്ള ഈ പൈനാപ്പിൾ വിളയിപ്പിച്ചതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പരുവത്തിലാണ് കിട്ടുക. വളരെ ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. പാർട്ടിക്ക് നിങ്ങൾ ഇത് സെർവ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. കാരണം ഇത്രയും ടേസ്റ്റിയായ പുഡിങ് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ. അപ്പോൾ എൻജോയ് ചെയ്യുക. താങ്ക്